തന്നെ ജായിസല്ല തസ്വീജു സയ്യിബിൻ. അപ്പൊ ദുനിയാവിൽ ഒരാൾക്കും സാധ്യമല്ല എന്നല്ലേ? സാക്ഷാൽ പിതാവിന് പോലും ജായിസല്ല സയ്യിബിനെ കെട്ടിക്കലി. മജ്നൂനത്തല്ലെങ്കിൽ മജ്നൂനത്തിന്റെ വിധി പറയാ. ആഖിലത്തായ സയ്യിബിനെ കെട്ടിക്കൽ ഇല്ലാ ബിഇദ്നിഹ, അവരുടെ സമ്മതമല്ലേ ശർത്ത്. ഈ ഖബരി മുസ്ലിമിൻ അസ്സയ്യിബു അഹഖു ബിനഫ്സിഹാ മിൻ വലിയിഹാ. സഹീഹ് മുസ്ലിം ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് വജൂഹു, അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ സയ്യിബിനെ കെട്ടിക്കാവൂ. ആര് കെട്ടിക്കുന്നുണ്ട്? അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? പെണ്ണ് ലമ്മ മാറസത് അർറിജാല, ആരോട് ഇടപഴകിയപ്പോൾ സാലത്ത് നീങ്ങി, ഖബാവത്തുഹ, അവളുടെ വിഡ്ഢിത്തരം നീങ്ങി. ദാമ്പത്തിക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആര് മനസ്സിലായി? ലമ്മ മാറസത്ത് അർറിജാല, മാറസ എന്ന് പറഞ്ഞാൽ കുബുലിൽ ബന്ധപ്പെട്ടപ്പോൾ 10 കൊണ്ട് ദുബുറല്ല. കാരണം 246 പറയുന്നുണ്ട് ദുബുറിൽ ബന്ധപ്പെട്ടാല് ഖബാവത്ത് നീങ്ങൂല, ലജ്ജ നീങ്ങൂല. അപ്പൊ ഇതേതാ മുറാദ്? ലമ്മ മാറസത്ത് ബിവതിഹി ഖുബുല, എന്താ ഖുബുലിലുള്ള വത്താണ് ഇവിടെ മുറാദ്. ലിമായത്തി 246 ദുബുറിലുള്ള വത്ത് കൊണ്ട് എന്താവൂല. എന്നാ തന്നെ ഇത് ഗാലിബ് നോക്കി പറഞ്ഞതാണ്. കാരണം കുരങ്ങ് സംയോഗം ചെയ്ത ചരിത്രം ഇതിൽ പറയുന്നുണ്ട്. കുരങ്ങ് അന്നഹ, ആ പെണ്ണ്, ലമ്മ മാറസത് അർറിജാല, പുരുഷന്മാരോട് പയറ്റിയപ്പോൾ സാലത്ത് ഖബാവത്തുഹ, അവളുടെ ഖബാവത്ത്, അവളുടെ വിഡ്ഢിത്തരം. ഖബാവത്ത് എന്ന് പറഞ്ഞാൽ മൂടത്തരം നീങ്ങി. മഅറഫത്ത് മാ യദുറുഹ മിൻഹു കമാ യൻഫഉഹ ബിഖിലാഫിൽ ബിരി. ദാമ്പത്തിക ജീവിതത്തിൽ ഖൈറും ഷർറും അറിയാത്തവരാണ്. ലാഭവും നഷ്ടവും എല്ലാം വിലയിരുത്തിയവരാണ്. ഫർഉൻ ഹാസിൽ കലാമി ശാഫിഈ റളിയല്ലാഹു ഫീ മുഖ്തസരിൽ ബുവൈത്തി വഗൈരിഹി സൗജി ലൗ ഖല്ലബ ഇസ്മഹു, പേര് മാറ്റി പറഞ്ഞു. എൻ്റെ പേര് സുബൈർ എന്നാണ്, എന്നെ അറിയാവൂലേ? സുബൈർ എന്ന ഞാൻ നിന്നെ കെട്ടുന്നു. പേര് അട്ടിമറിച്ചു. ഫസ്തൂദിയത്തിൽ മർഗത്തു, പെണ്ണിനോട് സമ്മതം എടുക്കപ്പെട്ടു. ഈമൻ ഇസ്മുഹു കഥ, ഈ പേര് വെച്ചിട്ട്. അലൈസ ഹുവ ഇസ്മുഹു, പേര് മാറ്റിയിട്ടാണ് ഇവൻ ചൊല്ലിക്കൊടുത്തത്. അത് പ്രകാരം പെണ്ണിൻ്റെ ഒഴിമൂളാൻ നിന്ന് ഇങ്ങനെ സുബേഷ്ട വരുന്നെന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പേര് മാറ്റി. പേരിൽ കള്ളത്തരാണെന്ന് നടത്തിയും പോയി. എന്നാലും സഹാനിക്കാഹു ഇൻ അശാരത്ത് ഇലൈഹി അല്ലാദിനത്തു, സമ്മതം കൊടുക്കുന്ന പെണ്ണ് ആരിലേക്ക് ഇശാറത്ത് ചെയ്തെങ്കിൽ ഇനി പേര് നോക്കേണ്ടതില്ല. പേരുടെ ഹുജ്ജത്തല്ല. ഉദാഹരണം സബ്ബിജിനി ബിഹാദാ, പെണ്ണ് പറഞ്ഞത് ഈ ശീലയാണ്. സുബൈറിനെ കെട്ടിക്കുന്നല്ല, സബ്ബിജിനി എന്നെ കെട്ടിക്കുക ഈ പുരുഷനെ. എന്നാലും ഫഖാതബുൽ വലിയു ബിനിക്കാഹി, ഈ പുരുഷന് ഞാൻ ഈ പെണ്ണിനെ കെട്ടിച്ചു എന്നാണ്. ഈ പുരുഷൻ പറ്റൂലേ? വൈല അങ്ങനത്തെ ഒരു ഇശാറത്തൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഫല നിക്കാഹ് ശരിയാവോ? എന്തേ? ഏതോ സുബൈറിനെ കണ്ടിട്ടല്ലേ ഇപ്പൊ കെട്ടിച്ചത്. ഇവൻ സുബൈർ അല്ല എന്നല്ലേ? ഈ കാണുന്ന ഈ സുബൈറിനാണ്
കെട്ടിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ തന്നെ തൈനായില്ലേ. ഇനി ഇശാര തന്നെ വേണമെന്നില്ല, നീയത്ത് വെച്ചാലും മതി. നീയത്തുഹാ അത്തസ്ബീജ മിമ്മൻ ഖതബഹാ, ഓള് കരുതി ഉറപ്പിച്ചാലും മതി. പിന്നെ കെട്ടിക്കുന്നത് ആർക്കാണ്? നേരത്തെ അന്വേഷിച്ച ആക്ക്. അത് പേര് സുബൈർ എന്ന് പറഞ്ഞേ ഉള്ളൂ. നേരത്തെ അന്വേഷിച്ച ആക്ക് ഞാൻ കെട്ടുന്നു എന്നാണ്. ഇതാക്കാന തഖദ്ദമലഹു കിത്ബത്തുഹാ, നിങ്ങൾ അന്വേഷിക്കാൻ വന്നിരുന്നു, അന്ന് അന്വേഷിച്ചു പോയ ആക്ക് ഞാൻ വാങ്ങുന്നു എന്നാണ് നിയത്ത്. അപ്പൊ എന്ത് മതി? മതിയാവൂലേ? മതിയാവും. പിന്നെ فإن كانت الثيب صغيرة عاقلة قرة, ഒരു സയ്യിബെങ്ങാനും മജ്നൂനത്തല്ല എങ്കിൽ, അടിമയും അല്ല എങ്കിൽ, ലം തുസബ്ബജ് ഹത്താ തബ്ലുഗ, ഭൂമി ലോകത്ത് ആര് ശ്രമിച്ചാൽ സാധ്യമല്ല അവളെ കെട്ടിക്കാൻ. എത്ര വരെ? കാരണം ഈ വുജൂബി ഇദ്നിഹ വഹുവ ഇദ്നി മുതഅദ്ദിർ മാസിഹരിഹ. പിന്നെ കെട്ടിക്കാനുള്ള ഒരു വക ഉണ്ട്. എപ്പോ? ഭട്ടുണ്ടെങ്കിൽ പറ്റൂ. അമ്മൽ മജ്നൂനത്തു, മജ്നൂനത്ത് വലുതാകാൻ കത്തിക്കണ്ട. ഭട്ടത്തി പെണ്ണിന്റെ വിധി വേറെ ഞാൻ ചെയ്യുവാന്നെങ്കിലും കണക്കന്നെ. ഓളെന്ത് ചെയ്യും, ഓളെന്ത് വിൽക്കും, ഓളെന്ത് ഹുറത്ത്, എന്ത് അടിമ. ഭട്ടുണ്ടെങ്കിൽ എല്ലാം പോയില്ലേ? ഭട്ടല്ലേ ഏറ്റവും വലിയ തകരാറ്. ഭട്ട് മുറാത്ത് ഭട്ട് ആക്കിലത്താണെങ്കിലായി പറഞ്ഞത്. അവളുടെ തടിയും കൊണ്ട് നീങ്ങല് അവള് ആക്കിലത്താണെങ്കിലല്ലേ. അമ്മൽ മജ്നൂനത്തുൻ മജ്നൂനത്തിന്റെ ചരിത്രം, മജ്നൂനത്തിന്റെ മീതാൻ 286 ആദ്യ കെട്ടിക്കണമെന്നും അത്യാവശ്യം ഉണ്ടെങ്കിലേ കെട്ടിക്കാവൂ, അതെല്ലാം ഉണ്ടല്ലോ. പിന്നെ അടിമപ്പെടണമെന്നെങ്കിലോ, അടിമപ്പെണ്ണിനെ എപ്പോൾ സയ്യിദിനെ കെട്ടിക്കാനുള്ള അധികാരമില്ല. പെണ്ണ് സയ്യിവായാൽ പോലും നിൽക്കുക എന്ന അധികാരം വെച്ചിട്ട് ഇവന്റെ ചരക്കല്ലേ, ഇവന്റെ മുതലിൽപ്പെട്ടൊരു മുതലായി. ആട്ടിനെയും കോഴിനെല്ലാം ആലയിൽ കയറ്റുന്നത് പോലെ വിവാഹത്തിലേക്ക് സ്വന്തം മിൽക്കിലുള്ള അമത്തിനെന്താക്കാം. അതാ മാമ്മൽ കിന്നത്തു മുത്തുലേക്കൻ. അവൾ തെയ്യമായാലും സഹീറത്തായാലും കബീറത്തായാലും ആഖിറത്തായാലും പഞ്ചത്തു പണ്ടിപ്പ ഇന്നല കല്ലബി അപ്പൊ അതേ റാങ്ക് കിട്ടും. ഇത് അനമി എപ്പം മാത്രം ഇല്ലെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ഒന്നും കൊള്ളില്ല. ഓരി മർത്തവി ഒന്നുമില്ല, ഉപ്പാൻ്റെ മാത്രം. ഇപ്പൊ ഉണ്ടെങ്കിൽ ഒരു പയ്യ വയസ്സനായി എന്ന് മാത്രം. ഇപ്പൊ ഇല്ലാണ്ടിരിക്കുമ്പം ഫുൾ റാങ്ക് അരിക്കാണ്. ആ അദമി അഹിലിയത്തി അദമന്നെ വേണമെന്നില്ല. സാക്ഷാൽ അബ് അഹിലിയത്തില്ലാതെ പോയാൽ അതാപത്തുണ്ട്. അത് ഉമ്മാണ് തെമ്മാടിയാണ്. പെണ്ണിനോട് അതാപത്ത് കാട്ടി അന്നേരം എന്നരോ ജദ് എന്ന് പറഞ്ഞത് ഡബിൾ ആക്ഷൻ ഉള്ള ആളാണ്. വിനാദത്ത് ഉസൂബത്ത് 2 മർത്തവ നേടിയ ആളാണ്. അരി കല്ലബി വല്ലവുല വാപ്പനെ കാണിയുണ്ട് കരുത്ത്, വാപ്പനെ പോലും ഉണ്ടാക്കിയ ആളാണ്. അരി അമിതമ്മ തറഫൈനി 2 തറഫും ഏറ്റെടുക്കേണ്ട ആവതുണ്ട് ഒരേ സമയത്ത്. ഒരു മോന്റെ നിക്കാഹ നടക്കുന്നത്, വേറെ മോന്റെ മോളെ കല്യാണം, കൈ കൊടുക്കേണ്ടത് തന്നെ കബിൽത്തു എന്ന് പറയേണ്ടത് തന്നെ 2 തറഫും ഏറ്റെടുക്കാനുള്ള പവറാക്കിണ്ട് ജത്തിനുണ്ട്. ആ കാര്യം 274 പറഞ്ഞിട്ട് ഒരാളും തന്നെ നിക്കാഹിൽ
രണ്ട് ജാനിബും ഏറ്റെടുക്കുകയില്ല. ഇതെന്തൊരു കേസ് 274. അത്ര വലിയ പവർ ഉണ്ടല്ലോ അയാൾക്ക് ഇല്ലേ? വളരെ 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 എന്തുണ്ട്. ഓ തർപ്പേനി ഏറ്റെടുത്തില്ലേ? തർപ്പേനി ഏറ്റെടുത്ത തർപ്പേനി ഏറ്റെടുക്കാണ്ട് سواء في وجود طيوبة المقتضية لاعتبار إذنها دالة البكارة بوطين حلال أو حرام. ഇവിടെ നോക്കൂല സയ്യിവായിനോ ഇല്ലെന്നാ. അനുവദിക്കപ്പെട്ട രൂപത്തിൽ സയ്യിവായതോ അനധികൃതമായി സയ്യിവായതോ വ്യത്യാസം ഉണ്ടാ. കാരണം അവളെ സംബന്ധിച്ച് തുല്യ. അവളുടെ ലജ്ജ നീങ്ങിയിരിക്കുന്നു. അവൾക്ക് അവളുടെ കാര്യം സംസാരിക്കാൻ ഇനി സാധിക്കും. സയ്യിവായതെങ്ങനെയെന്നല്ല വക്കാലത്ത് നീങ്ങിയത് ഹലാലായ സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ ഹറാമായ രണ്ടും കണക്കന്നെയാണ്. എത്രത്തോളം അതിന്റെ ആദത്ത് വക്കാലത്ത് തിരിച്ച് രണ്ടാമത് വന്നിട്ടുണ്ട്. എന്നാൽ സയ്യിബിന്റെ വിദ്യാർത്ഥി കിടന്നോ ഭാഗ്യം കൊണ്ട് വക്കാലത്ത് വന്നിട്ട് രണ്ടാമത് ഇവിടെ അടഞ്ഞിട്ടുണ്ട്. എന്നാലും വക്കാനൽ വത്തു ഹാലത്തന്നൗമീൻ എന്നാലും സയ്യിബന്നെ മനഹമിഹി അല്ലെങ്കിൽ പോലത്തെ സുഖൃന്ന നേരത്ത് നിർബന്ധത്തിന് വാങ്ങിയിട്ട് ഇഷ്ടമില്ലാണ്ട് കയ്യും കാലം പിടിച്ച് കെട്ടിയിട്ടെല്ലാം കൂടി ഇതെല്ലാം കണക്ക് തന്നെ. വക്കാലത്ത് പോയില്ലേ? അല്ലെങ്കിൽ കുരങ്ങ് സംയോഗം ചെയ്യുന്നത് പോലും മനുഷ്യന്റെ അതേ സംയോഗം ആര് നടത്തും? അപ്പം മാറസത്തി റിജാല എന്ന് പറയാൻ പാടില്ല. കുരങ്ങ് റിജാലാണോ എന്ന് പറഞ്ഞൊരു സ്വീപ്പാക്കിയിട്ടതാ 246. കുരങ്ങ് എന്നല്ലേ പറഞ്ഞത്? കുരങ്ങിന്റെ കഥ ഉണ്ടാകും പിന്നെ അല്ലേ? ഇവരെല്ലാം എന്തിന്റെ പട്ടികയിൽപ്പെട്ടു? ഒരു കുട്ടി ഒഴിയുന്നില്ല. സംശയമാക്കിക്കൊണ്ടിരുത്തി അലേഹി മത്തിനിന്റെ മേലെ ഇങ്ങനെ മത്തിനിന് ഹലാൽ ഹറാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടും അല്ലാണ്ട് ശുഭത്തിന്റെ വത്തിയിൽ കൂടി സയ്യിബായി കൂടെ എന്ന് പരാതി. മത്തിന് ജാമ്യല്ല. ദാലത്തിൽ ബക്കാറത്തു ബിവത്തീൻ ഹലാൽ ഔ ഹറാമിൻ ഔ രണ്ടും കൂടാതെയും കൂടെ വേണ്ട. ഒരു പോയിന്റ് കുറഞ്ഞില്ലേ? ബക്കാറത്ത് നീങ്ങൽ ബിവത്തീൻ ഹലാൽ ബിവത്തീൻ ഹറാം അത് ഒന്നും ആക്കിയിട്ടുണ്ടല്ലേ നീ അത് ഈ കൗലി അങ്ങനെ ഈറാദാക്കൽ എങ്ങനെ? പണ്ഡിതന്മാരെ കോല് പിടിച്ചിട്ട് ഇന്ന വത്ത് സുഖത്തിന്റെ വത്ത് യൂസഫ് വലാഹുമാന്നുണ്ടല്ലോ. ഹലാലല്ല ഹറാമല്ല. അപ്പൊ ഒരു പോസ്റ്റിയുടെ ബാക്കിയില്ലേ ചെയ്വര്? അത് സഹിയല്ല. എന്നെ മൈനാഹു എന്താണ്? അവന്റെ സുഖത്തിന്റെ വത്ത് ഹലാലും അല്ല ഹറാമും അല്ല എന്ന് പറഞ്ഞാൽ ഗാഫിലിന്റെ മക്കാമിലാണ്. വാത്തി സുഖത്തുണ്ടാവുമ്പോ തക്ലീഫില്ല എന്നുള്ള വിഷയത്തിൽ. അതുകൊണ്ട് പല യൂസഫ് ഫീലു അവന്റെ പ്രവൃത്തി പറയപ്പെടുകയില്ല. വിദാലിക്ക ഹലാലെന്നോ ഹറാമെന്നോ ഇന്നാദിയില്ല ഗഫലത്തുകാരനെ പോലെ ആയതുകൊണ്ട് ബുദ്ധി പ്രവർത്തിക്കാത്തത് കൊണ്ട് എന്നേ പറയാൻ പറ്റൂല എന്നാണ്. ഹലാല് എന്ന് വിളിക്കുന്നതിന് മുടക്കമില്ല. കുറ്റമില്ല എന്നുള്ള ആൾക്ക് ഹലാലിൻ എന്ന് പറഞ്ഞതിൽ ഏതും പെട്ട് എന്തേ പിന്നെ രണ്ടും അല്ലാന്നല്ലേ പറഞ്ഞത്. അവന്റെ അവസ്ഥ കാണുമ്പോ ഹലാലെന്നോ ഹറാമെന്നോ പറയാൻ തോന്നൂല എന്നാ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ശുഭത്തിന്റെ വത്ത് എന്ത് തന്നെയാണ്? എന്തേ പിന്നെ പറഞ്ഞില്ലേ മത്തിൽ മത്തിൽ ഒരു ഭാഗം വിട്ടുവെച്ചിട്ടോ? ആരുടെ ഏത് പ്രവൃത്തിയും കാലിയാവുകയില്ല 5 വിധികളെ തൊട്ട്. 5 വിധിയിൽ നിന്നൊന്നിനെ തൊട്ട്
അല്ലെങ്കിൽ 6 വിധിയിൽ നിന്ന് 6 എന്ന് പറഞ്ഞാൽ ഖിലാഫുൽ ഔലിയും കൂടെ എണ്ണിയാലാണ്. പഴമക്കാർ ഖിലാഫുൽ ഔല എണ്ണിയിട്ടില്ല, കറാഹത്ത് കൊണ്ട് അവസാനിപ്പിച്ചു. 5 വിധി 6 വിധി ഇവയിൽപ്പെട്ട ഒരു വിധി ഇല്ലാത്ത ഒരു ഫീല് ഭൂമി ലോകത്ത് നടക്കൂല എന്നില്ലേ? അതോ മുക്കല്ലഫിനാ? നിങ്ങൾ മുക്കല്ലഫ, സുഖത്തിൽപ്പെട്ട മുക്കല്ലഫ. അത് യഥാർത്ഥ മുക്കല്ലഫിനെ പറ്റിയാ പറഞ്ഞു. അവൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും 5-ആളൊരു വിധിയിൽ അടങ്ങും, അല്ലെങ്കിൽ 6-ആളൊരു വിധി അടങ്ങും എന്ന് പറഞ്ഞത്. ഈ ഗാഫിലിന്റെ അല്ല ഈ സുഹൃത്തുകാരൻ്റെതും ഒന്നിൽ പെടുന്നില്ല. അങ്ങനെ പടട്ടെ, 5 വിധിയിൽ അല്ലെങ്കിൽ 6 വിധിയിൽ പെടണ്ടേ? അങ്ങനെ പെടുമെന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? നമുക്കല്ലപ്പ പലാസറ ഉപകാരമില്ലാതെ കൽക്കിയാമില്ല ബക്കാറ തീവ്യങ്ങൾ കൂട്ടോ ബക്കാർക്ക് ജന്മനാനില്ല പോയി മലാലി സവാലിഹ വിലാവത്തി കസക്തത്തിൽ ജമ്പിങ് കൊണ്ട് ഒരു കയറെടുത്തിട്ട് ജമ്പിങ് ആവില്ല. ഒരു കയറ് പിടിച്ചിട്ട് അപ്പൊ എന്ത് ഊരിയിട്ട് തെറിക്കോ? എന്നാ ദൈവന്റെ വിദ്യ ഹൈലിന്റെ തീവ്രത കൊണ്ട്, ഹൈലിന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ വിരല് കുത്തിയിട്ട് അതൊന്നും കൊണ്ട് സൈവാവില്ല. ഖിലാഫല്ലി ചെറിയ മുസ്ലിം, ചെറിയ മുസ്ലിമിന് മാറ്റമായിട്ട് ചെറിയ മുസ്ലിമിൻ പറയും ഇങ്ങനെയെല്ലാം കൂടെ സൈവായാൽ സൈവ് തന്നെ സമ്മതക്കാൻ നടക്കേണ്ടി വരും. ഭൂമി ലോകത്തുള്ള മുഴുവനാണ് എതിർക്കുന്നത്. ഇതിങ്ങനെ സൈവായി വലാലി വത്തിയാ ഫിദ്ദുബിരി لأنها لم تمارس الرجال بالوطي في محل البكارة وهي على غباوتها وحيائها. لا وقضيته أن الغوراء പെണ്ണോ അവിടെ ബക്കാരത്ത് ഫർജിന്റെ അകത്താണ്. ബക്കാരത്ത് പുറത്തല്ല, ഫർജിന്റെ കുറേ ഉള്ളിൽ ബക്കാരത്ത് കഴിഞ്ഞിട്ട് ഇനിയും കുറേ ഏറിയ ബാക്കിയുണ്ട് ഫർജിന്റെ തുടക്കത്തിൽ. ബക്കാലത്ത് അമർന്നു പോയവണ്ണ് ബക്കാലത്ത് വന്നിട്ട് ചെലത്തിക്കണ്ടേ ഇതെന്ന് പറഞ്ഞാല് കൊറേ ഇന്നറിലാണ് വന്ന് കിടക്കുന്നു. ഇവിടെ കൊറേ ബ്ലാങ്കും ഇതാ ഉത്തിയത്ത് ഫി ഫർജിഹ തെയ്യും മൈമ്പക്കിയത് ബക്കാർത്തുഹ ഓളെ ബക്കാർത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം ദക്കറിന്റെ കൊടി അടുത്തട്ടിഞ്ഞ മൽഹിയ ഔല നായിമ നായിമത്തിനെ പറ്റി പോലും നിങ്ങൾ ചെയ്യുവാന്ന് പറഞ്ഞില്ലേ? ഞാൻ കാണാം ഔലല്ലേ ഇവിടെ ഹക്കീക്കിയായിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ സംയോഗം നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ബക്കാലത്ത് കുറെ ദൂരത്തായോണ്ട് ഓളെ സംബന്ധിച്ച് എന്ത് വേണ്ട ചെയ്യുമെന്നാന്നുള്ളത്. ബക്കാലത്ത് നിങ്ങളാ തഹ്ലീലിന്റെ ബാബിൽ 311 തഹ്ലീൽ പൂർത്തിയാകണ്ടിക്ക് ബക്കാലത്ത് തള്ളിയിടണം പോലും, തട്ടാണ്ടിരുന്നാ പോരെ പോലും. ബക്കാലത്ത് തകർക്കുകയും ചെയ്യണം, എന്നാലേ തഹ്ലീലിന്റെ ശർത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൗറാണെങ്കിൽ ഫർജിന്റെ ഇബ്തിദായിൽ സംയോഗം ചെയ്തു പോലും അക്കാലത്തിന് തട്ടിയിട്ടില്ല. എന്നാൽ തഹ്ലീലായിട്ട് കൂട്ടൂല എന്നാണ്. എന്താണ് ഇക്റായിട്ട് തന്നെ കൂട്ടുമ്പോൾ സംയോഗം ചെയ്യാത്തതായിട്ടാ കൂട്ടൻ. വേറെ ആദ്യത്തെ ആൾക്ക് കെട്ടിക്കാൻ പറ്റില്ല. അതെ അവിടെ സംയോഗം ചെയ്യലെന്നല്ല പറഞ്ഞു, മക്കാലത്ത് തള്ളിയിടണം എന്നാണ് ഈ വന്നോനി രണ്ടാമത് കെട്ടിയോൻ. എന്നിട്ടോ തലാക്കി എഴുതിയിട്ട് പോണം പോലെ, എന്നാലേ ആർക്ക് പറ്റൂ. അന്ന് ഇവിടെ സയ്യിബിന്റെ മക്കാമിൽ എത്തിയില്ല. അതുപോലെ തഹ്ലീലിൽ പറയുന്നു മതിയാവില്ല. പിന്നെ വക്കാലത്ത് ഇന്ന മുസ്തരിച്ച സവാലുക സമ്മ തഹ്ലീലിന്റെ അടുത്ത് വക്കാലത്തും കൂടി നീങ്ങണം എന്ന് നിയമം വെച്ചത് മുബാലഗത്തൻ
തീവ്രത കൊണ്ടാണ് ഇവനെ അകറ്റുന്നതിൽ എന്തിനാണോ തഹലീൽ വെച്ചത്? തലാഖ് കുറക്കാനല്ലേ? അവിടെ തീവ്രത കൂട്ടിയതാണ്. 3 ചൊല്ലിയോ എനിക്ക് ഈ പെണ്ണിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊരുത്തർ കെട്ടണം, എന്നിട്ട് മുഖേന വക്കാലത്ത് നീക്കി കാട്ടണം. ഇതുപോലെ ഹഖീഖിയായ സംയോഗം അവിടെ തീവ്രത അധികമാണ്. അവിടുത്തെ അത്ര നിയമങ്ങളുണ്ടാ സമ്മതിക്കുന്നിടത്തുണ്ടാ. മിനത്തലാഖി സലാസ്. എന്തിനാണ് തഹ്ലീൽ വെച്ചത്? 3 തലാഖിന്. അത് കുറയ്ക്കലാ മുറാദ്. അപ്പോൾ ഇത്ര വലിയ നിയമമുണ്ട് എന്ന് കാണണം. എന്ത് വേണം? അപ്പൊ എന്തിപ്പോ പറഞ്ഞത്? സമർക്കുന്നിടത്ത് എത്രത്തോളം ഇല്ല. എന്നൽ മദാറല സവാലിലായി ആയിട്ടില്ല. അതുണ്ടല്ലോ ഇവിടെ. അവിടെ സവാലിലായാകല്ല പറഞ്ഞു. അവിടെ സിദ്ധത്ത് വലിയത്ത് ഏറ്റി കൊടുക്കലാ മുറാദ്. അവരുടെ മേലെ അപ്പോൾ എത്ര മണിക്കൂർ സംയോഗം ചെയ്താലും നിന്റെ സംയോഗം കൊണ്ട് മതിയാവില്ല, ഇത്ര എണ്ണം പോരാ, നിന്നെ കൊണ്ട് തന്നെ വക്കാലത്ത് നീങ്ങിയിട്ട് കാണണം. ഈ അടുത്തൊന്നും ആർക്ക് കിട്ടൂല. 3 പൂർത്തിയാക്കിയാലുള്ള ലക്ഷണക്കേട്. മമൻ അലാ ഹാശിയത്തി നസബ്. നസബിന്റെ കരയിലുള്ളവർക്കോ, നസബിന്റെ അകത്തല്ല കരയിൽ, അതായത് അവരുടെയും വേറൊരാളുടെയും നസബ് വേറൊരാളിൽ സമാപിക്കുന്നുണ്ട്. ഏട്ടനെ അനിയനും പോലെ ഏട്ടന്റെ നസബും അനിയന്റെ നസബും കണ്ടിൽ ഉപ്പയിൽ സമാപിച്ചില്ലേ? അവൻ അലാ ഹാശിയത്തി നസബ് ഐ തറഫി ഫീ ഇസ്തിആറത്തുൻ ബിൽ കിനായയാണ്. ബലാഗത്തിന്റെ വാവിലില്ലേ ഉപമിക്കലി, മരണത്തിന്റെ നഖം മാന്തി പൊളിച്ചു എന്നല്ലോ. പ്രശഹ ഉദാഹരണം ഉണ്ടാക്കിയില്ല. അതിന് ആശയ പറഞ്ഞിട്ട് ആശയ പറയുമ്പോൾ കൂടുതൽ തോന്നി. ഒന്നിനോട് ഉപമിക്കുകയും അതിന്റെ ലക്ഷണങ്ങൾ പറയുകയും ചെയ്താൽ അല്ലേ? ചെറിയ പെണ്ണിനെ കെട്ടിക്കാൻ യാതൊരു വഴിയും ഉണ്ടാവും. ഇക്രായാലും തെയ്യമായാലും. കാരണം എന്ത്? അമ്മ തെയ്യവോ ഫവാദിയോ ഇക്രോ ഫലിൽ ഖബരി സാബിഖി. നേരത്തെ പറഞ്ഞ ഹദീസിന് വേണ്ടി 243 ഫലൈസു ഫീ മഅനൽ അബി, ഉപ്പാനെ പോലെയൊന്നും അല്ല അലി. ലി ബുഫൂരി ശഫഖതിഹി, ഉപ്പാന്റെ സ്നേഹം കഠിനമായതിന് വേണ്ടി. ഉപ്പാന്റെ റോളൊന്നും ആർക്ക് കിട്ടൂല. അതുകൊണ്ട് പെണ്ണ് എങ്ങനെ പറയുന്നു അതിനനുസരിച്ച് തുള്ളാനേ പറ്റുള്ളൂ. സീലതല്ല മാത്രമേ ഇവരെ കൊള്ളുള്ളൂ. ഒരു ഭർത്താവിനെ കണ്ടെത്തിയിട്ട് കെട്ടിക്കാനൊന്നും ആർക്ക് കഴിയില്ല. ഇല്ലല്ല, ആശയക്കാർക്ക് എന്തറിയാം? കട്ടന്യ അനിയന്, അതുപോലെ ആങ്ങളക്ക്, മൂത്താപ്പാന്റെ മോനിക്ക്, ഇളയപ്പാക്ക്, മൂത്താപ്പാന്റെ മക്കൾക്കെല്ലാം തരണം. തെറ്റായി വന്നാൽ പെണ്ണ് അംഗീകരിച്ചെങ്കിൽ അവർക്കൊത്തെടുത്തുള്ളത് മാത്രം. അടുത്ത് കഴിക്കണം, നിൽക്കട്ടെ, ഇവൻ മതിയാ, ഇവർക്ക് എന്തറിയാന്ന്. അതേ സമയത്ത് വേണ്ടും പ്രകാരം ചേർത്തി കൊടുക്കേണ്ട ആളാന്നാല് ഉപ്പ ഇല്ലാണ്ട് ഉപ്പാൻ്റെ ഉപ്പ. അവരെ പോലെ അയലാതർജലി പറത്തിനോ എന്ത് വേണം? പൊട്ടത്തി പെണ്ണിനെ വായിക്കേണ്ടത് എങ്ങനെയാ? പൊട്ടത്തിയാന്ന് പോലും വായി അനങ്ങുന്നില്ല. എന്നാല് എല്ലാവർക്കും തിരിയുന്ന ഇച്ചാർത്ത്, അവളുടെ കയ്യും കാലം കൊണ്ടുള്ള ഇച്ചാർത്ത് കണ്ടേ എല്ലാവർക്കും തിരിയുന്നു. എന്താണ് മുഫീമ എന്ന് പറയുമ്പോ സ്വഹീഹായി. ഇനി മുഫീമ എന്നാകണമെന്നില്ല. മന്നാത്തിഖത്തു ബിസരീഹിൽ ദിനി. സംസാരിക്കുന്നതുകൊണ്ട് സ്വരീഹായിട്ട് തന്നെ കണ്ടേ. എത്തു പോരാന്നല്ല പറഞ്ഞത്, ഇഷാർത്ത് പോരാ. വക്കാല വക്കാലത്തിന് സീകനം ഉപയോഗിച്ചൂടെ? നിന്നെ ഞാൻ അധികാരപ്പെടുത്തി. യഥാർത്ഥത്തിൽ അധികാരപ്പെടുത്തലുണ്ടാ? അധികാരം എന്ന് പറഞ്ഞത് എങ്ങനെ? അധികാരം പെണ്ണിനടുത്ത അധികാരം സ്വന്തം ഉണ്ടെങ്കിലല്ലേ അധികാരം കൊടുക്കല് എന്തെന്ന് പറഞ്ഞ് മുന്നേറലുണ്ടാ? വക്കാലത്തിന്റെ സീക ഉപയോഗിച്ചാൽ മതി.
അത് പറ്റും. അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഉണ്ടെങ്കിലല്ലേ വക്കാലത്ത് കൊടുക്കല്, പിന്നെ ഇങ്ങനെ പെണ്ണ് വക്കാലത്ത് കൊടുത്തേ. ഇന്ന് വക്കാലത്തിന്റെ വാവിലുണ്ട്. അവർ ഈ വക്കാലത്തിന്റെ കോലമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനാണ് അവൾ പറയണം അതിലഹു അയ്യാക്കിതലി, എന്താ എനിക്ക് അക്കത് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ അധികാരപ്പെടുത്തി സമ്മതം കൊടുത്തു. നിക്കാഹ് എന്നാക്കുന്നതെന്ന് പറയണം. അതെ, വൈലം തൽക്കുൽ നിക്കാഹൻ, നിക്കാഹ് എന്നാക്ക് നടത്തി തരാൻ വേണ്ടി നിങ്ങളെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ വേണം. എന്തേ എന്താ വേണ്ട, വേണ്ടേ വേണ്ട. ഇവിടെ ആക്കത് എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്? തേങ്ങ വാങ്ങിക്കൊടുക്കല, മനസ്സിൽ വാങ്ങിക്കൊടുക്കല. വൈവൈതു قوله يكفي قولها رضيت بمن يرضاه بي. ആടാടുന്ന നിക്കാഹിന്റെ വിഷയം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. നിക്കാഹ് എന്ന കൈത് കുട്ടി പറയണ്ട. റളീതു ബിമൻ യർളാഹു ബി. എന്ത് വിഷയത്തിലാണ് തൃപ്തിപ്പെട്ടു? ഉപ്പ പൊരുത്തപ്പെട്ടു, ഞാൻ പൊരുത്തപ്പെട്ടു. ഉമ്മി ഔ ബിമാ യഫ്അലുഹു അബി, ഉപ്പ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? നിക്കാഹ് എന്ന് പറഞ്ഞാ വഹും ഫീ ദിക്രി നിക്കാഹ്. ഏത് സ്ഥിതിയിൽ അവർ ഏത് മേഖലയിലാണ് ഉള്ളത്? നിക്കാഹിന് ഇങ്ങനെ ആളെ തരിയുമ്പോ അപ്പൊ അത്ര മതി. ഇൻറളിയത്ത് ഉമ്മി, ഇൻറളിയത്ത് ഉമ്മി എന്ന് പറഞ്ഞാലാവില്ല, അതായിരിക്കാം. അന്നേരം പിന്നെ തീരുമാനാവില്ല. ഇൻറളിയത്ത് ഉമ്മി റളീതു എന്താണ്? ഉമ്മ ചെയ്യുന്നത് അത് പറ്റ ചെയ്യൂല. ഉമ്മ ചെയ്യലില്ല. അവർ നിക്കാഹിന്റെ മേഖലയിലായാലും അല്ലെങ്കിൽ ഉമ്മ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. വല ഇൻറളിയബി എന്ന് പറഞ്ഞാലും പറ്റില്ല. ഇല്ലാ ദുരിത. അതെ, ഉപ്പ ചെയ്യുന്നതായ നിക്കാഹ് എന്നുദ്ദേശിച്ചാലോ ഉപ്പ ചെയ്യുന്നതായ പ്രവൃത്തി ഇൻറളിയബി ഇല്ലാ ദുരീദ ബിഹി, എന്താ ഇല്ലാ ദുരീദ ബിഹി ബിമാ യഫ്അലുഹു എന്ന ബയാൻ. എന്താ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുവോ അത് ഞാൻ പൊരുത്തപ്പെട്ടു. ഇൻറളിയബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും മാ യഫ്അലുഹു അബി എന്ന് കൺവേർട്ട് ആക്കിയാൽ പറ്റൂലേ. അപ്പോൾ മൗനത്തിലിരുന്നാ മതിയാവുക. ഇങ്ങനെ ഇരിക്കുന്നത് മതിയാ. മുസ്ലിമിൻ 245 ഒരു ഹദീസ് ഉണ്ട്. അവളുടെ സരീഹായ ഇത് തന്നെ വേണം. മിക്റിന് 245 എന്താണ്? സുക്കൂത്ത് വരാം. സുക്കൂത്തായിരിക്കും മതി. ഖബറു ലൈസ ലിൽ വലിയ്യി മഅ തയ്യിബി അംറുൻ. എന്താണ്? വലിയില്ല സയ്യിബ് ഉണ്ടായിരിക്കുമ്പോൾ അംറില്ല എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഉണ്ടാ. മുഴുവൻ ആക്ഷൻ ആരവരട്ടിക്കാം. ഇബ്നു ഹിബ്ബാൻ, അബൂദാവൂദിലുണ്ട്, നസായിലുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് കണ്ടാ